ഇന്ന് പേപ്പറിൽ വായിക്കുകയായിരുന്നു CPI ഭയങ്കര പിണക്കത്തിലാണ്, CPI വേറെ മാറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിയമസഭയിൽ എന്നൊക്കെ. എനിക്ക് മനസ്സിലാവാത്ത ഈ CPIക്കാർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഇവർ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞ് LDF തല്ലുകൂടുക. CPMൻ്റെ തണലിലാണ് ശരിക്കും ഇപ്പോൾ CPI കേരളത്തിൽ ഇങ്ങനെ നിന്ന് പോകുന്നത്. അല്ലാതെ CPIയിൽ ഒരു ഇതുകൊണ്ടൊന്നും അല്ല CPI ജയിച്ചു വരുന്നത്. സംഭവം കുറച്ച് നല്ല രാഷ്ട്രീയക്കാരൊക്കെ CPIയിലുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ഇവർ ഈ പറഞ്ഞ പോലെ സ്വയം അപഹാസ്യരാവാൻ വേണ്ടി ഓരോന്ന് ചോദിച്ച്, ഇപ്പോൾ തന്നെ ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, മിണ്ടാതിരുന്നാൽ മതി പഴയ കാലത്തുള്ള പോലെ. അപ്പോൾ അത് ചോദിച്ചു, ഓക്കെ എന്നാൽ ചോദിച്ച് ആ സ്റ്റാൻഡിൽ നിൽക്കുക, ശക്തമായ രീതിയിൽ അതിന് നടപടി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കുക, അതൊന്നുമില്ല. അത് ഇവരെന്തെങ്കിലും പറയും, CPM രണ്ട് ചീത്ത പറയും, ഓക്കെ ഇവരത് കേട്ട് മിണ്ടാണ്ട് വിഷമിച്ച് ഞങ്ങൾ മാറിയിരിക്കും, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ സോൾവായി, പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കും. ഇത് തന്നെ നടക്കും. ഈ പ്രവർത്തകരുടെ ഊർജ്ജം കളയാൻ വേണ്ടി പണ്ട് വെളിയമ്പാർക്കും ചന്ദ്രപ്പനൊക്കെ ഉള്ളപ്പോൾ CPI എന്ന് പറഞ്ഞ ഒരു പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാനം രാജേന്ദ്രൻ്റെ കാലം തൊട്ട് CPI ഇങ്ങനെ, ബിനോയ് വിശ്വം വന്നപ്പോൾ പിന്നെ അത് ആണിയടിച്ച് പൂർത്തിയാക്കി എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിയാണ് മുമ്പ് നമ്മുടെ രാജൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സുനിലേട്ടൻ തൃശ്ശൂരിൽ ഒക്കെ, അങ്ങനെ കുറേ പേര് നമുക്ക് നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ സുനിലേട്ടൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. ഈ തൃശ്ശൂർ ഇലക്ഷൻ ജയിച്ചതിനെ പറ്റി, BJPയുടെ ജയത്തെപ്പറ്റി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അതിനെപ്പറ്റി ഒന്നും ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് CPI നിന്ന് പോലും കിട്ടിയില്ല. LDFൻ്റെ ഭാഗത്ത് നിന്ന് പോട്ടെ, CPIയുടെ ഭാഗത്ത് നിന്ന് പോലും അദ്ദേഹം സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഒഴുക്കിനത്ത് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPI മാറി. ഇപ്പം 4 മന്ത്രിമാരും 3 മന്ത്രിമാർ CPIയിൽ ജയിച്ച് പറയുമ്പോൾ ഒക്കെ അവരുടെ വ്യക്തിത്വം കൊണ്ട് ജയിക്കുന്നതാണ്. ഇപ്പോൾ രാജനായാലും GR അനിലായാലും അല്ലെങ്കിൽ പ്രസാദ് കൃഷിമന്ത്രി ആയാലും ഒക്കെ ജയിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നേതൃത്വം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തകരെ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ പെരുമാറുന്നതാണ് CPIയുടെ ഏറ്റവും വലിയ പ്രശ്നം.